വെൽക്കം ടു ട്രേഡ് റൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് ഒന്ന് നോക്കാം. അതിന് വൺ ഡേ ചാർട്ടിലാണ് വന്നിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയകളെല്ലാം മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ഏരിയ ആണ്. റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് കഴിഞ്ഞതിന്റെ മുന്നത്തെ പ്രാവശ്യം വലിയൊരു വീഴ്ച കിട്ടിയ ക്യാൻഡിലിനെയാണ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത് ഒരുപാട് തവണ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയ ഏരിയയിലാണ് സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റ് ഏരിയകൾ എന്ന് പറയാനുള്ളത് ഇംബാലൻസ് ആണ്. പക്ഷെ അതിനു മുന്നേ നമുക്ക് മാർക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഇപ്പോൾ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി മാത്രമാണ് പാസ് ചെയ്യുന്നത്. ഇവിടം വരെ മിനിമം എത്തേണ്ടതുണ്ട്. എനിവേ നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇൻട്രാ ട്രേഡർ ആയതുകൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിൽ പോയി പ്രധാനപ്പെട്ട ഏരിയകളെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിനെ കുറിച്ചുള്ള സാധ്യതകൾ നമുക്ക് നോക്കാം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് കാഡിലാണ്. കാഡിൽ CPI ഉണ്ട്, CPI മന്ത്ലി ഉണ്ട്, ഇയർലി ഉണ്ട്, ട്രിംഡ് CPI ഇയർലി ഉണ്ട്. കാര്യമായിട്ട് മാർക്കറ്റിനെ ബാധിക്കാത്ത ന്യൂസാണ്. ബാധിക്കാത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ഗോൾഡിനെ ബാധിക്കാത്ത ന്യൂസാണ്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വേണമെങ്കിൽ പോകാം. CPI വരുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതുപോലെ മീഡിയൻ CPI വരുന്നതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഗുഡ് ഫോർ കറൻസി എന്നാണ്. ട്രിംഡ് CPI വരുന്നതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. ഇതെല്ലാം ഇയർലി ഉണ്ട്, മന്ത്ലി ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് കാര്യമായിട്ട് ഗോൾഡിനെ ബാധിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഇത് 6 മണിക്കാണ് വരുന്നത്. ആ ഒരു സമയത്ത് ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയമാണ്. വോളറ്റൈൽ ഉണ്ടായിരിക്കും, മണി പമ്പിംഗ് ഉണ്ടായിരിക്കും. എല്ലാവരും നോക്കി കണ്ട് ട്രേഡ് ചെയ്യുക. പിന്നെ ഒരു ന്യൂസ് വരുന്നത് USD 730 7:30 PM വരുന്നത്. CB കൺസ്യൂമർ കോൺഫിഡൻസ് ആണ് വരുന്നത്. അതും കാര്യമായിട്ട് മാർക്കറ്റിനെ ബാധിക്കുന്ന ഒരു ന്യൂസ് അല്ല. ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി ആണ്. എന്നാൽ പോലും ചില സിംഗിൾ ക്യാൻഡിലിന്റെ മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ ആ സമയത്ത് എന്തായാലും ശ്രദ്ധിക്കാം. ഇനി ചാർട്ടിലോട്ട് വരാം. ഈ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബെയറിഷ് ക്യാൻഡിലാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഒരു എൻട്രി എടുക്കാനായിട്ടുള്ള ഒരു സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല. ഈ വൺ ഡേ ക്യാൻഡിൽ കണ്ടിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ക്യാൻഡിലേക്ക് പോവാം. ചെറിയ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ടൈം ഫ്രെയിമിലോട്ട് പോവാം. 4 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യാം. സപ്പോർട്ട് ഏരിയ 4 ഹവറിന്റെ മാർക്ക് ചെയ്യുന്നത് ഇതിനെയാണ് സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ ചെറുതായിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകുന്നത്. ഇനി ഒരു ഇംബാലൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഇംബാലൻസ് ഉണ്ട്. ഇംബാലൻസ് ഇവിടെ കാണുന്നുണ്ട്, നോക്കിയാൽ കാണാം എല്ലാവർക്കും. ഇംബാലൻസിൽ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, 1 ഹവറിലേക്ക് പോയതിനു ശേഷം നമുക്ക് നോക്കാം. ഇത്രയാണ് മാർക്ക് ചെയ്യുന്നത്. ഒരു റെസിസ്റ്റൻസ് കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു വീണ ക്യാൻഡലിന്റെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോയി നോക്കാം. 1 ഹവറിൽ പോയതിനു ശേഷം നമുക്ക് മാർക്കറ്റിന്റെ എൻട്രി സാധ്യതകൾ എന്താണെന്നുള്ളത് പരിശോധിക്കാം. 1 ഹവറിൽ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് നേരത്തെ വരച്ച ഇംബാലൻസിൽ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള എന്ത് കിട്ടുന്നുണ്ട്, ഒരു ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ പ്ലസ് ഇംബാലൻസ് ഇവിടെ വരുന്നുണ്ട്. അത് ഏറെക്കുറെ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് കുറച്ചും കൂടി മുകളിലോട്ട് പോകും എന്നുള്ളതാണ്. ഇവിടെ വന്നിട്ട് നല്ല സപ്പോർട്ട് എടുക്കുന്നുണ്ട്. സപ്പോർട്ട് എടുത്തതിന് ശേഷം മുകളിലോട്ട് പോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് നമുക്കൊരു റിയൽ കൺഫർമേഷൻ കിട്ടുകയാണ്. കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അഡീഷണൽ ആയിട്ട് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ഒരു എൻട്രി വയ്ക്കാം. ഫസ്റ്റ് എൻട്രി എന്നുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ലോയിലേക്ക് തന്നെ വയ്ക്കാം. നമുക്ക് ഏറെക്കുറെ ഒരു 230ഓളം പിപ്പുണ്ട്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ ഒരു 340 പിപ്പുണ്ട്. ഇതെല്ലാം റിയൽ മാർക്കറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നമ്മളിപ്പോൾ കാണിക്കുന്ന പിപ്പ് ആയിരിക്കില്ല റിയൽ മാർക്കറ്റ്. റിയൽ മാർക്കറ്റ് ചിലപ്പോൾ കുറയും, ചിലപ്പോൾ കൂടും. കാരണം നമ്മൾ റിയാക്ഷൻ കിട്ടുന്ന അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടുന്ന ഏരിയയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ് എടുക്കുക. ചിലപ്പോൾ താഴെന്നായിരിക്കും കിട്ടുക, ചിലപ്പോൾ മുകളിൽ നിന്നായിരിക്കും കിട്ടുക. എന്തായാലും റിയൽ മാർക്കറ്റിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ടൊന്ന് പോയി നോക്കാം. 50 മിനിറ്റ്സിൽ പോകുന്ന സമയത്ത് ഇന്നലത്തെ എൻ്റെ ഒരു കൺസോൾട്ടേഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാം, ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഇന്നലത്തെ പോലെ തന്നെ മാർക്കറ്റിന് ഒരു മൂവ്മെന്റ് ഒന്നും തന്നിട്ടില്ല കാര്യമായിട്ട്. ഏഷ്യ മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ചെറിയതായിട്ട് താഴേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും മുകളിലോട്ട് തന്നെ പോകുന്നുണ്ട്. ഇന്നൊരു കൺസോളേഷൻ തുടരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടരാനുള്ള സാധ്യത, ഏഷ്യൻ മാർക്കറ്റിൽ തുടരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഹൈ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഒരു കൺസോളേഷൻ ഏരിയയുടെ ഹൈ മാർക്ക് ചെയ്യുന്നുണ്ട്. ലോ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ 1 ഹവറിൽ വരച്ച ഏരിയയിൽ ഇപ്പോഴും ഇംബാലൻസ് ഒക്കെ എടുക്കുന്നുണ്ട്, പ്ലസ് റെസിസ്റ്റൻസ് ഏരിയ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഒരു സെൽ എൻട്രിക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. അല്ല ഇത് താഴോട്ടേക്ക് വരികയാണ്, താഴോട്ടേക്ക് വന്നു കഴിഞ്ഞ് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ ഒരു ഏരിയയിലേക്ക് നമ്മളിപ്പോൾ സെക്കൻഡ് ടാർഗറ്റ് വെച്ചിരിക്കുന്ന ഏരിയയിലേക്ക് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ പോയിട്ട് ഒരു കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൈ എൻട്രിക്ക് വയ്ക്കാം. അതും ഈ ഒരു ഏരിയ വരെ നമുക്ക് വയ്ക്കാം. ആ ഏരിയ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ടേ പറയാൻ കഴിയുള്ളൂ. ഇങ്ങനെയാണ് ബൈ എൻട്രി നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്. സെൽ എൻട്രി എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ചെയ്തിട്ട് കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നമുക്കൊരു അഡീഷണൽ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെൽ എൻട്രി നോക്കും. അപ്പൊ ഇങ്ങനെയാണ് ഇന്നത്തെ ബൈ എൻട്രി ആൻഡ് സെൽ എൻട്രി നോക്കുന്നത്. ലോങ് ട്രേഡിന് നമ്മൾ ഇങ്ങനെയാണ് നോക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടേതായ സ്വന്തം സ്ട്രാറ്റജി ഉണ്ട്. ട്രേഡ് റൂട്ടിന്റെ സ്വന്തം സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി വെച്ച് ഏകദേശം 70% മുകളിൽ സക്സസ്ഫുൾ ആയുള്ള സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് സ്കാൽപ്പ് ചെയ്യാനുള്ള നിരവധി അവസരങ്ങൾ വരും. ആ അവസരങ്ങൾ വെച്ചിട്ട് ഗ്രൂപ്പിൽ ട്രേഡ് റൂട്ടിന്റെ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ഗ്രൂപ്പിൽ നമ്മൾ സിഗ്നലുകൾ ഇടാറുണ്ട്. ഇതുപോലെ വലിയ സിഗ്നലുകൾ ഇടാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക്, അത് ഫ്രീ ആയി പഠിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്ക് ഡിസിപ്ലിനും മണി മാനേജ്മെന്റും പൊസിഷൻ സൈസിങ്ങും അതുപോലെ പ്രോഫിറ്റ് മേക്കിങ്ങും ലോസ് റിക്കവറിങ്ങും അതുപോലെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക.